മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കടമില്ലാണ്ട് സമാധാനത്തിൽ ജീവിച്ചു പോകുക എന്നുള്ളതാണ്. സോ കടം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് 2026 ഞാൻ നിർത്തിയ 4 ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഇതിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഇത് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 5000 രൂപ മാത്രമാണ് പൈസ ആയിട്ടുള്ളത്. നമുക്ക് മാസം കഴിയാൻ വേണ്ടിയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടിയും ഉണ്ട്. അതിനുശേഷമാണ് നമുക്കിനി നെക്സ്റ്റ് സാലറിയോ അല്ലെങ്കിൽ ഇൻകോ വരല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ കല്യാണം ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം എമൗണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഡ്രസ്സ് എടുക്കലോ, ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സ്വർണ്ണം എടുക്കലോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മുടെ കയ്യിൽ ആകെ കൂടിയിട്ട് 5000 രൂപ അക്കൗണ്ടിലല്ലോ. സോ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു പരിപാടി, നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കും. ക്രെഡിറ്റ് കാർഡിൽ നല്ല രീതിയിൽ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ 3 lakhs ക്രെഡിറ്റ് ലിമിറ്റ്, 4 lakhs ക്രെഡിറ്റ് ലിമിറ്റ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയുടെ ക്രെഡിറ്റ് കാർഡിൽ 40,000 50,000 രൂപയോ മിനിമം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ആകെ കൂടിയിട്ട് 5000 രൂപ ഉള്ള ബാലൻസ് ആയിട്ട് നമുക്കൊരു 8,000 രൂപയുടെ അല്ലെങ്കിൽ 10,000 രൂപയുടെ ആവശ്യമാണ് ആ ഒരു സമയത്തുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും, ക്രെഡിറ്റ് കാർഡിലെ പൈസ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ കൂടിയിട്ട് ഒരു 7,000 അല്ലെങ്കിൽ 8,000 ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നു. നമ്മൾ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന രീതി എന്ന് പറയണത് അതിനേക്കാൾ ഇരട്ടി എമൗണ്ട് ആയിരിക്കും. കാരണം ക്രെഡിറ്റ് ലിമിറ്റ് ഇത്രയും ഉണ്ടല്ലോ, ഈ ഒരു പ്രോഗ്രാമിന് ഒരു കുറവും വരുത്താൻ പാടില്ല. 4 ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പോകണം. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ 5000 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ കൂടെ വരുന്ന കുടുംബക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ഭാര്യയ്ക്കോ മക്കൾക്കോ ഇതൊന്നും അറിയണ്ടാവില്ല. നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു, നമുക്ക് എന്ത് വേണമെങ്കിൽ മേടിക്കാം. ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് റേറ്റിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നീ മേടിച്ചോ, ഒന്നിനൊരു കുറവ് വരുത്തണ്ട. ചിലപ്പോൾ എല്ലാവർക്കും ഒരേ കളർ പാറ്റേണിലുള്ള ഡ്രസ്സ് എടുക്കുന്നു, തീം ഫോളോ ചെയ്തിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്നു. അങ്ങനെ ഒരു 7,000 രൂപ 8,000 രൂപയ്ക്കോ ചിലപ്പോൾ നിൽക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ 10,000-15,000 രൂപയ്ക്ക് ആയിരിക്കും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഔട്ടിങ് പോലെ ചിലപ്പോൾ ഈ ഒരു പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല എമൗണ്ട് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഇനി പ്രോഗ്രാം ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞോ നടക്കുന്നു, അതിന് വേണ്ടിയിട്ട് വീണ്ടും എമൗണ്ട് ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുകയാണ്. ദെൻ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡിൻ്റെ ഡ്യൂ ഡേറ്റ് ആവുന്നു. ഡ്യൂ ഡേറ്റ് ആവണേക്കാൾ മുമ്പ് തന്നെ നമുക്ക് കോൾ വരും. കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ EMIക്ക് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. നമുക്കറിയാം നമുക്കിനി ഇത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. കാരണം സാലറി കിട്ടിയാലും ആ എമൗണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. നമുക്ക് ചിലപ്പോൾ മോർഗേജ് അടയ്ക്കാനോ ലോണുകൾക്കോ ഒക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ ആ ഒരു സമയത്ത് പെട്ടെന്ന് വന്നിട്ടുള്ള ഈ വലിയൊരു ബാധ്യത അവസാനിപ്പിക്കാനുള്ള പൈസ ഉണ്ടാവില്ല. ആ സമയത്താണ് നമ്മളെ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാർ വിളിച്ചിട്ട്, ബാങ്കുകാർ വിളിച്ചിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചോദിക്കേണ്ട താമസം നമ്മൾ എന്ത് പറയുന്നു, വി ക്യാൻ കൺവേർട്ട് ദാറ്റ് എമൗണ്ട് ഇറ്റ് ഇൻ ടു EMI. നല്ല രീതിയിൽ പലിശ വരും. അപ്പോൾ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പുതിയൊരു ലോൺ അവിടെ വരാണ്. ഇതൊരു 6 മാസത്തേക്കോ 12 മാസത്തേക്കോ ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. ഓൾറെഡി ഉള്ള ലോണിൻ്റെ കൂടെ പുതിയ ലോൺ വരുന്നു. പിന്നെ ഇത് അടച്ച് അവസാനിപ്പിക്കലാണ് നമ്മുടെ പരിപാടി. ഒന്നുകിൽ ഇതിന് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അതല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് EMI ആക്കണോ, അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ക്രെഡിറ്റ് കാർഡ് വരുന്നേക്കാൾ മുമ്പ് പേഴ്സണൽ ലോൺ എടുത്ത് പരിചയമുള്ള ആൾക്കാരാണ്. സോ ആ സമയത്ത് ചിലപ്പോൾ വല്ല പേഴ്സണൽ ലോണിൻ്റെ ഓഫർ വരാണെങ്കിൽ ആ പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് പേ ഓഫ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോഴും അവിടെ പുതിയൊരു ലോൺ വരാം. സോ ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ ഈ ഒരു പൊട്ട ശീലം കാരണം ആൾക്കാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലില്ലാത്ത പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്ത് പുതിയൊരു ലോൺ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ ശീലങ്ങൾ ഇത് പരമാവധി ഒഴിവാക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാനും ഇത് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക.
സോ ഇതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത് പറയാനുള്ളത്, പലപ്പോഴും എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആവാം, അതല്ലാണ്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യം അതിനെ പരിഹരിക്കുന്നതിനേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ, ഒരു ആസ്ട്രോളജറെ, ഇവരൊക്കെ വിളിച്ചിട്ട് ഇവരുടെ അടുത്ത് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പറയലും അവരുടെ സജഷൻസ് എടുക്കലാണ്. അവരിതൊക്കെ കേട്ടിട്ട്, ഈ പറയുന്ന ആസ്ട്രോളജർ നമുക്കറിയാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നല്ല, ആള് എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാവർക്കും അറിയുന്നല്ലേ. കേരളത്തിൽ പൊതുവേ നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആദ്യം പോകുന്നത് മെജോറിറ്റി ആൾക്കാർ ഈ പറയുന്ന ജ്യോത്സ്യന്റെ അടുത്താണ്. അവര് പറയുന്ന പല കാര്യങ്ങളും എന്നിട്ട് അതുപോലെ അനുസരിക്കുക. അതിന് നല്ല എമൗണ്ട് സ്പെൻഡ് ആവാ. ഓൾറെഡി ചിലപ്പോൾ വല്ല ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ അത് അടച്ചു വീട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കഷ്ടപ്പെടാം. ആ സമയത്താണ് അഡീഷണൽ ആയിട്ടുള്ള മറ്റ് ഫിനാൻഷ്യൽ ബേർഡൻസ് ഇങ്ങനെയുള്ള കൺസൾട്ടേഷനിലൂടെ ഉണ്ടാകുന്നത്. ദെൻ ഇതൊക്കെ കൂടുതൽ കൺസൾട്ട് ചെയ്യുന്നത് ഭാര്യയായിരിക്കും. ഫൈനലി നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ ചിന്തിച്ച് നമ്മളായിരിക്കും ഇത് ഫൈനലി സോൾവ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ സോൾവ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഭാര്യ പറയും, കണ്ടോ ആള് പറഞ്ഞതുകൊണ്ട് അതുപോലെ ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇത് കുറേ പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആള് പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലോട്ട് തന്നെ ഇറങ്ങിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇതൊക്കെ ഇതിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നത്. അതല്ലാണ്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ മറ്റുള്ള ഇങ്ങനെയുള്ള ജ്യോത്സ്യനെ ആസ്ട്രോളജറെല്ലാം കാണണ്ടേ. നമ്മൾ തന്നെ ഒരുമിച്ച് നിൽക്കുക ഫാമിലികളിൽ എല്ലാവരും, എന്നിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താന്നുള്ളതാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിർത്തിയൊരു പരിപാടി എന്ന് പറയുന്നത്, പലപ്പോഴും എല്ലാ വീടുകളിലും കാണുന്നതാണ്, ഫിനാൻഷ്യൽ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിയായിരിക്കും ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ട് പുതുതായിട്ട് പഠിക്കലും അത് വീട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ബട്ട് ആ വ്യക്തി മാത്രമാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ എഡ്യൂക്കേറ്റഡ് ആവുന്നത്, അപ്ലൈ ചെയ്യുന്നതും. ബാക്കിയുള്ള ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. ഫൈനലി എന്താ ഉണ്ടാവുക, ഇയാൾക്ക് ദേഷ്യം വരും. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് നമ്മളെന്നിട്ട് എപ്പോഴും പറയും, ഇതൊക്കെ ഞാൻ രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രവൃത്തി കാരണം ഇതൊക്കെ കയ്യിൽ പോയി. അപ്പം എന്താ വേണ്ടേ, ആ ഒരു പരിപാടി നിർത്താം. എഡ്യൂക്കേറ്റഡ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമായിട്ട് കാര്യമില്ല, ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും വീട്ടിലെ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയാറുണ്ട് കുട്ടികളുടെ അടുത്ത്, ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ 3 പേര് ഇരിക്കുന്നു, 3 പേര് നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. ദെൻ പുതിയൊരു കുട്ടി വരുന്നു, വളരെ ഉഴപ്പനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു സ്റ്റുഡൻ്റാണ്. ഇനി ഫ്യൂച്ചറിൽ 2 സാധ്യതകളാണ്. ഒന്നുകിൽ ആ ബെഞ്ചിലെ 4 പേരും ഉഴപ്പന്മാരായിട്ട് പോകും, അതല്ലെങ്കിൽ പുതിയ വരുന്ന ആ മടിയനായിട്ടുള്ള കുട്ടി നന്നായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റായിട്ട് മാറും, സ്റ്റുഡിയസ് ആയിട്ട് മാറും. അപ്പോൾ ഈ 2 സാധ്യതകളെ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ നന്നാവും എല്ലാവരും, അല്ലെങ്കിൽ മോശവും. എന്ന് പറയണ പോലെ നിങ്ങൾക്ക് വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് വരണമെങ്കിൽ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു കമ്പനി ആണെങ്കിൽ നന്നാവണമെങ്കിൽ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു പോളിസി നമ്മൾ ഫ്രെയിം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ എല്ലാവരും അത് പ്രോപ്പറായിട്ട് അറിഞ്ഞ് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളാണെങ്കിലും വീട്ടിൽ ഒരാൾ എല്ലാ കാര്യങ്ങളും ചെയ്യരുത്. ഇപ്പോൾ നമുക്കറിയാം കിച്ചണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ആളായിരിക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും പലപ്പോഴും ചെയ്യുക. അതുകൊണ്ട് തന്നെ ആള് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫയർ ചെയ്യും. ഞാനിതൊക്കെ ചെയ്തിട്ട് അവസാനം നിങ്ങളതൊക്കെ ഒന്ന് വൃത്തികേടാക്കി. ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ളതാണ്. സോ ഞാൻ മാത്രം എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലേക്ക് എടുക്കുന്ന പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നാലാമതായിട്ട് പറയാനുള്ളത്, നമുക്ക് ഫിനാൻഷ്യലി ഒരു നല്ല ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. ആ സ്പെൻഡ് ചെയ്യുന്നത് എന്ത് പർപ്പസിനാണ് എന്നുള്ളതാണ് അവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇനി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എല്ലാ വർഷവും ഏതെങ്കിലും ഒരു കൺട്രിയെങ്കിലും വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
ഒരു 2-3 ബുക്കുകളും വായിച്ചാലോ അല്ലെങ്കിൽ ഡോക്യുമെന്ററീസോ ഒക്കെ കണ്ടു കഴിഞ്ഞാലോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നോളേജാണ്, പുതിയൊരു ഉണർവാണ്. ലോകം കാണുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ചിന്താഗതിയിലൊക്കെ മാറ്റം വരും. സോ പലപ്പോഴും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുക. ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ഡ്രസ്സുകൾ മേടിക്കുക, ഒറ്റ പ്രോഗ്രാമിന് ഇട്ട ഡ്രസ്സ് പിന്നെ അടുത്ത പ്രോഗ്രാമിന് ഇടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ട്, നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഉണർവ് ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുക. സോ നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനും വർക്ക് ചെയ്യാനും അതിലൂടെ നല്ല രീതിയിൽ വളരാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങളൊരു വെൽത്തിയസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടലല്ല വേണ്ടേ, നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നല്ല ശീലങ്ങൾ ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് വെൽത്തിയസ്റ്റ് പേഴ്സൺ ആകാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.